അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമണങ്ങളും അതുപോലെ തന്നെ ലിംഗാനീതിയും അത് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇന്നിത് ചർച്ച ചെയ്യുമ്പം പിന്നെ നമ്മൾ പലപ്പോഴും സാധാരണക്കാർ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തു വന്നതോടുകൂടി കുറേ ആൾക്കാർ ഇപ്പം അഴീൻ്റെ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുകയാണ് എന്നൊരു ഒരു ചിന്ത സാധാരണക്കാരുടെ ഇടയിലുണ്ട്. ഇതിൽ പേരുകളൊന്നും വന്നിട്ടില്ലെങ്കിലും അതൊക്കെ സർക്കാരിൻ്റെ മുമ്പിലുണ്ടല്ലോ. അങ്ങനെ എന്തോ സംഭവിക്കാനിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നലാണ് പല ആൾക്കാർക്കും ഉള്ളത്. ആക്ച്വലി ഈയൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് വരാനുള്ള സാഹചര്യവും എന്താണ് അതുകൊണ്ട് അവർ ലക്ഷ്യമിട്ടത് എന്നുള്ളതും ഒന്നാമതായി നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കേണ്ടതുണ്ട് തോന്നുന്നു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഇതിൽ പിന്നെ WCC 2017 പിന്നെ ഒരു പ്രധാനപ്പെട്ട അതിജീവിത എന്നുള്ള പേരിലുള്ള ഒരു നടി ആക്രമിക്കപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞൊരു WCC ഫോം ചെയ്യുന്നത്. ഈ WCCൻ്റെ ഒരു ഇനീഷ്യേറ്റീവായിട്ടാണ് ഇവർ പിന്നെ സർക്കാരിൻ്റെ അടുത്ത് പോവുകയും ഹൈക്കോടതിയിൽ പോവുകയും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സിനിമയിൽ പഠിക്കാൻ ഒരു കമ്മിറ്റി വേണമെന്നുള്ള ആവശ്യപ്പെടുകയും അങ്ങനെയാണ് ഈ ജസ്റ്റിസ് ഹേമ റിട്ടയർഡ് ജസ്റ്റിസായ ഹേമനെ വെച്ചിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്മിറ്റിയിൽ സത്യത്തിൽ ഇതിൻ്റെ റിപ്പോർട്ട് ഇത് 2019 റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇത്രയും കാലമായിട്ട് പുറത്ത് വിട്ടിട്ടില്ല. കാരണം സ്വാഭാവികമായിട്ടും ഇത് ഒരു സെലിബ്രിറ്റി ഫീൽഡ് എന്നുള്ള ഒരു റിപ്പോർട്ടായതുകൊണ്ട് തന്നെ ആളുകൾക്ക്, കാരണം ഇത് ഇവരെല്ലാവരും ഭയങ്കരമായ ഫാൻ ബേസ് ഉള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ ഇത് പിന്നെ ഇതിലുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ തന്നെ അക്യൂസ്ഡ് ആവുമോ അകത്ത് പോകുമോ എന്നൊക്കെ ആളുകൾ ഭയങ്കര ആകാംക്ഷയോടെ കാത്തുകയാണ്. പക്ഷെ ഇതിൻ്റെ പല പ്രശ്നങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ഇത്രയും കാലത്ത് പുറത്ത് വിട്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അത് കഴിഞ്ഞ ദിവസം അത് പുറത്ത് വന്നപ്പോൾ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ കൃത്യമായിട്ട് പിന്നെ ഇതിൽ സത്യത്തിൽ 3 പേരാണ് ഇതിൻ്റെ മെമ്പേഴ്സ് ഉള്ളത്. ഒന്ന് ജസ്റ്റിസ് ഹേമ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ശാരദ സിനി ആർട്ടിസ്റ്റാണ്, പിന്നെ ഒരു ബ്യൂറോക്രാറ്റ് ഉണ്ട് KB വത്സലകുമാരി, റിട്ടയർഡ് IAS ഓഫീസറാണ്. 3 സ്ത്രീകളാണ്. അപ്പോൾ ഇവർ പിന്നെ ഇതിൽ പിന്നെ ഈ ജസ്റ്റിസ് ഹേമൻ്റെ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇൻറ്റൻഷൻ ആരെങ്കിലും ബ്ലെയിം ചെയ്യാനോ ആരുടെയെങ്കിലും ഐഡൻറ്റിറ്റി പുറത്തു കൊണ്ടുവരാനോ എന്നുള്ളതല്ല. ഇത് സത്യത്തിൽ സ്ത്രീകൾ നേരിടുന്ന സിനിമാ ഫീൽഡിൽ നേരിടുന്ന പ്രശ്നങ്ങളെ അത് ഒരു പിന്നെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പഠന റിപ്പോർട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പിന്നെ പല ആളുകളും അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് പേടിച്ചിട്ടാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്ത ആളുകളുടേതോ അല്ലെങ്കിൽ ആരെയാണോ അക്യൂസഡായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ഒന്നും പേരുകൾ എന്ത് ചെയ്തിട്ടില്ല, പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ പേരുകൾ അവരുടെ കയ്യിലുണ്ട്. അത് പുറത്ത് വിടാൻ സാധ്യത ഇല്ല എന്നുമാണ് നമ്മൾ അറിയുന്ന വിവരം. അപ്പോൾ എനിക്കറിയുന്നൊരു വിമൺ ഡയറക്ടറുണ്ട് മലയാള സിനിമയിൽ. ഞാൻ ഇന്ന് അവരെ വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇതിലൊരിക്കലും, കാരണം ഇപ്പോൾ സർക്കാർ പറഞ്ഞത് പരാതി കിട്ടിയാൽ ഞങ്ങൾ നടപടിയെടുക്കും എന്നാണ്. പരാതി കിട്ടിയാൽ നടപടിയെടുക്കും. അപ്പോൾ സത്യത്തിൽ ഇതിൽ പിന്നെ ഇത്തരം കേസുകളെല്ലാം സത്യത്തിൽ ഇനിയിപ്പോൾ പരാതി ഇല്ലെങ്കിലും പോലീസിന് സ്വയം നടപടിയെടുക്കാവുന്ന ഒരുപാട് കേസുകൾ അതിലുണ്ട്. അപ്പോൾ അതിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കേസുകളുണ്ട്, പല കേസുകളുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ പരാതി കിട്ടിയിട്ടേ കേസ് കൊടുക്കുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞത്. പക്ഷേ ഇതിലൊരു പരാതിയും പോകാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഇത് സത്യത്തിൽ ഇങ്ങനൊരു ഇത്രയും പ്രശ്നങ്ങൾ സിനിമാ ഫീൽഡിൽ നേരിടുന്നുണ്ട് എന്നുള്ളത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇതുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ അതിൽ പറയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. ഈ പരാതി കൊടുക്കാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നത് അവരുടെ സിനിമയിലുള്ള ചാൻസ് നഷ്ടപ്പെടുക എന്നുള്ള വിഷയം അത് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം അത് പിന്നെ സിനിമയിലെ ചാൻസ് നഷ്ടപ്പെടുക മാത്രമല്ല, അതിൽ പറയുന്ന ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, ഒരു പവർ നെക്സസ് ഉണ്ട്. അതിൽ കുറച്ച് പേരാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീമിലെ ആക്ടേഴ്സും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെയാണുള്ളത്. അവരെ മറികടന്നുകൊണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അതിൽ തന്നെ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരാളെ പേര് ഇന്ന ആൾ പറഞ്ഞു എന്നറിഞ്ഞാൽ അവർ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാവും. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഫീൽഡിൽ നിന്ന് ഔട്ടായാൽ ഫീൽഡിൽ നിന്ന് ഔട്ടായി എന്ന് ഞാൻ പോലും അറിയാത്ത രൂപത്തിൽ ഞാൻ ഔട്ടാവും എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പം അത്രയ്ക്ക് സ്ട്രോങ് ആണ് ആ ഗ്രൂപ്പ്. പിന്നീട് നമുക്ക് ആ ഫീൽഡിൽ യാതൊരു ചാൻസോ കാര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇവർ ലൈഫ് ത്രെറ്റനിങ് വരെ ഇവർ ഭയക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിൽ പിന്നെ അതിൻ്റെ റിപ്പോർട്ടിങ് പേരൊക്കെ പുറത്തു പോയാൽ.
അപ്പം അങ്ങനെ അത്ര ഒരു പവർ ഗ്രൂപ്പ് അതിലെഴുതിയ വാക്ക് ഒരാളെ പറ്റി പറയുന്നത് മാഫിയ എന്നാണ്. ഉം. അപ്പോൾ ഒരു മാഫിയ തന്നെ എന്തുണ്ട് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഇതിൽ നമ്മൾ ഇത് വായിക്കുന്നതിൻ്റെ ഇടക്ക് നമ്മൾ പുറത്ത് വന്ന അല്ലെങ്കിൽ ആൾക്കാർ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി വന്നിട്ട് കഥകിൽ ഇങ്ങനെ മുട്ടുക, അതും വാതിൽ പൊളിക്കുന്ന രീതിയിലൊക്കെ മുട്ടുക പറയുമ്പോൾ, അതല്ലെങ്കിൽ തലേന്ന് രാത്രി പീഡിപ്പിച്ച ആളുടെ കൂടെ പിറ്റേന്ന് 17 ടേക്കൊക്കെ എടുക്കേണ്ടി വരിക എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിയ പിന്നെ അതിക്രമണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തായിരിക്കും ഇത് ഈ ഒരു ഫീൽഡിൽ, ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ ഇത് വരാനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ ഇതിൽ പറയുന്ന കുറേ ഇങ്ങനത്തെ സംഗതികളുണ്ട്. അപ്പോൾ തലേന്ന് പീഡിപ്പിച്ച ആളെ കൂടെ എന്നല്ല, തലേന്ന് അതായത് പിന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ നിരസിച്ചതിന് പിന്നെ സോഷ്യൽ മീഡിയ വഴി, വാട്സപ്പ് വഴി ആയിരിക്കാം, പിന്നെ പല രൂപത്തിൽ ഹരാസ് ചെയ്തു. അതിൽ പിന്നെ ഈ സെക്ഷൽ ഓർഗൻസിൻ്റെ ന്യൂഡ് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ട് വരെ ഹരാസ് ചെയ്തിട്ട് പിന്നീട് ഇയാളെ കൂടെ തന്നെ അത് ഹസ്ബൻഡും വൈഫും ആയിക്കൊണ്ട് പിന്നെ ഇൻറ്റിമേറ്റ് സീനിൽ അഭിനയിക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ ആ സമയത്ത് തലേന്നത്തെ ഫ്രസ്ട്രേഷനെ ആലോചിച്ചിട്ട് പിന്നെ നന്നായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞില്ല ആ ട്രോമയിൽ. കാരണം ഇയാളെ കൂടെ തന്നെയാണല്ലോ നിൽക്കുന്നത്. എന്നിട്ട് ആ ടേക്ക് 17 പ്രാവശ്യം എടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഡയറക്ടർ ചോദിക്കുകയാണ് എന്താണ് ഇങ്ങനെയെന്നുള്ളത്. അപ്പോൾ അത് വീണ്ടും എടുക്കേണ്ടി വരികയാണ്. അപ്പം ഇങ്ങനെ ഈ രാത്രി കഥകിൽ മുട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് റെമ്യൂണറേഷൻ്റെ പ്രശ്നം പറയുന്നുണ്ട്. അതായത് വേതനം തുല്യമായിട്ട് കിട്ടുന്നില്ല. അത് ഏകദേശം ഇതിൽ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന 30ഓളം പിന്നെ സ്ത്രീകൾ ചെയ്യുന്ന 30ഓളം ഡെസിഗ്നേഷൻസ് പറയുന്നുണ്ട്. കൊറിയോഗ്രാഫിയും പിന്നെ ഹെയർ സ്റ്റൈലിസ്റ്റും പിന്നെ മേക്കപ്പും തുടങ്ങിയ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കാര്യങ്ങൾ, അവർക്ക് പ്രോപ്പറായിട്ടുള്ള വാഷ്റൂം ഫെസിലിറ്റി കിട്ടുന്നില്ല. അതേപോലെ തന്നെ കൂടുതൽ സമയം വെയിലത്ത് നിർത്തുന്നു. ഇപ്പോൾ ലൈറ്റ് ബോയ്സിനൊക്കെ പിന്നെ വർക്കിംഗ് അവേഴ്സ് രാവിലെ 7 മണി മുതൽ പിറ്റേ ദിവസം പുലർച്ചെ 2 മണി വരെയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നു. അതേപോലെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിൻ്റെ കാര്യം. കാരണം അസോസിയേറ്റ് ഡയറക്ടേഴ്സ് സത്യത്തിൽ സിനിമയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന് പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. അതിൽ പിന്നെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിന് നല്ല പണി ഉണ്ടാവും. അപ്പോൾ ഈ അസോസിയേറ്റ് ഡയറക്ടേഴ്സിൻ്റെ സത്യത്തിൽ പ്രൊഡക്ഷൻ ടൈമിൽ വർക്കിംഗ് ഡേയ്സിന് മാത്രമേ അവർക്കൊക്കെ വേജസ് കൊടുക്കുന്നുള്ളൂ, റെമ്യൂണറേഷൻ കൊടുക്കുന്നുള്ളൂ. പ്രീ പ്രൊഡക്ഷനോ പോസ്റ്റ് പ്രൊഡക്ഷനോ അവരെ വർക്കിംഗ് ഡേയ്സ് ആയിട്ട് പോലും കണക്കാക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഓരോ രംഗത്തിലും. പക്ഷേ ഇതിൻ്റെയൊക്കെ മുകളിൽ ഇതിലേറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് ആയിട്ട് നിൽക്കുന്നത് സെക്ഷൽ ഹരാസ്മെൻറ്റ് തന്നെയാണ്. അത് സെക്ഷൽ ഹരാസ്മെൻറ്റും പിന്നെ ഈ കൗച്ചിങ് കാസ്റ്റും ഇതൊക്കെ ആണ് അതിൽ മെയിനായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നത്. അതിൽ പിന്നെ ഈ സെക്ഷലി ഇവരെ സമീപിക്കുന്നത്, അതേപോലെ ഏതൊരാളും പുതിയതായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചില അഡ്ജസ്റ്റ്മെൻറ്റിനും കോംപ്രമൈസിനും റെഡി ആയാൽ മാത്രമേ നിങ്ങൾക്ക് ചാൻസ് കിട്ടുള്ളൂ. നിങ്ങൾ ഇന്ന് കാണുന്ന മെയിൻ സ്ട്രീമിലെ നായികമാരെല്ലാം അവരൊക്കെ ഇതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായതുകൊണ്ട് മാത്രമാണ് അവർ ഇത്രയും ഫെയിമിലേക്ക് എത്തിയത്. അതുപോലെ നിങ്ങളും റെഡി ആയാലും മാത്രമേ നിങ്ങൾക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇല്ല, ഞാൻ കേട്ടൊരു നെറേറ്റീവാണ്. അതായത് ഇങ്ങനെ ഒരു നെറേറ്റീവ് ഇവർ സെറ്റ് ചെയ്ത് വെക്കുന്നു. അതായത് ഇങ്ങനെയുള്ള ഇവിടെ ഇങ്ങനെ ഇത് സ്വാഭാവികതയാണ്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് വരികയാണെങ്കിൽ പിന്നെ ആ സ്വാഭാവികതയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ അത് ചെയ്യേണ്ടി വരും. ഒരു സംഗതി വരുമ്പോൾ പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആളുകൾ അതിന് സമ്മതിച്ച് പോവാണ്. അപ്പോൾ അതിൽ പറയുന്ന ഒരു പിന്നെ വിറ്റ്നസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേർക്കുനേരെ കണ്ട സംഗതികൾ പല അമ്മമാരും ഒഡീഷന് മക്കളെയും കൊണ്ട് മോളെയും കൊണ്ട് വരുമ്പോൾ ഇവരിത് പറയുമ്പോൾ ഈ അമ്മമാരതിന് സമ്മതിച്ച് കൊടുക്കുകയാണ്. അവരത് കണ്ടില്ല എന്നടിച്ചിട്ട് അത് ഓക്കെ പറഞ്ഞിട്ട് ആ ചാൻസിന് വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷെ പിന്നീട് ഇവർ ചീറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം അത്രക്ക് സിവിയർ ആയിട്ടുള്ള കേസുകൾ വരെ അതിലുണ്ട്. പിന്നെ ഇതിൽ ഇപ്പോൾ ഈ കമ്മിറ്റി പറയുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതിൽ പിന്നെ ഇപ്പോൾ ഒരു ട്രിബ്യൂണൽ വരണം എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരമായിട്ട് പറയുന്നത്. അതായത് ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ഒന്ന് ഇതിലൊരു പിന്നെ ഇൻറ്റേർണൽ ഒരു കംപ്ലയിൻറ്റ് സെൻറ്റർ, ഒരു ICC എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇപ്പോൾ വന്നിട്ടുണ്ട് അമ്മൻ്റെ ഉള്ളിൽ. അതൊക്കെ ഈ WCCൻ്റെ ഇനീഷ്യേറ്റീവിന് ശേഷം വന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് പരാതി കൊടുക്കാം, ഓക്കെ. പക്ഷേ അതിനൊരു പ്രശ്നം പറയുന്നത് വെച്ചാൽ അമ്മ എന്ന് പറഞ്ഞൊരു മെയിൽ ഡൊമിനേറ്റഡ് സാധനമാണ്. അവിടെ ഈ പറഞ്ഞ പവർ നെക്സസ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്താലും അവിടെ ഇതാവില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഒരു വിമൻസ് ഒരു ട്രിബ്യൂണൽ, അവിടെ ഒരു റിട്ടയർഡ് ജസ്റ്റിസ്, പിന്നെ ഇതിൻ്റെ ഒരു സിവിൽ ടൈപ്പ്, ഒരു ക്രിമിനൽ കേസല്ലാതെ സിവിൽ ടൈപ്പ് കേസുകളെല്ലാം അവിടെ പോകുന്ന രൂപത്തിലൊരു ട്രിബ്യൂണൽ ഉണ്ടാവണമെന്നാണ് ഇത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. പക്ഷേ ഇതിൽ ഇപ്പോൾ ഇതിൻ്റെ 3 ആളുകളാണ് ഇതിൽ
ശരിക്കും ഈ റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ ഇതിലൊന്ന് പിന്നെ ജസ്റ്റിസ് ഹേമയാണ്, ഒരു ജുഡീഷ്യൽ പാർട്ട് എന്നുള്ളതാണ്. പിന്നുള്ളത് ഒരു ബ്യൂറോക്രസി പാർട്ട് എന്ന് റിട്ടയർഡ് IAS ഓഫീസറാണ് വത്സലകുമാരി. പക്ഷേ ഈ സിനിമ ഫീൽഡിൽ നിന്ന് ഇതിലൊരു ശാരദ ഉണ്ട്. ശാരദ പഴയ സിനിമാ നടിയാണ്. ഏകദേശം 1959 മുതൽ പിന്നെ ഈ അടുത്ത കാലം വരെ അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ചെറിയ റോളിലെങ്കിലും. അഥവാ അവർക്ക് ഏകദേശം 2-3 തലമുറകളുടെ കൂടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അഭിനയിച്ച് പരിചയമുള്ള ആളാണ്. അപ്പോൾ ഇവരുടെ ഇതിൻ്റെ ഒരു കമ്പൈലേഷൻ, ഈ റിപ്പോർട്ടിൻ്റെ 290 പേജുള്ള റിപ്പോർട്ടിൻ്റെ ഒരു കമ്പൈലേഷൻ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ജസ്റ്റിസ് ഹേമൻ്റെ റിപ്പോർട്ടാണ്. ഇവർ മിക്സ്ഡ് റിപ്പോർട്ടല്ല, ഓരോരുത്തർക്കും സെപ്പറേറ്റ് റിപ്പോർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പിന്നെ ഈ ഹേമൻ്റെ റിപ്പോർട്ടുണ്ട്, പിന്നെ അതിന് ശേഷം ഈ ശാരദാൻ്റെ റിപ്പോർട്ടുണ്ട്. ഈ ശാരദൻ്റെ റിപ്പോർട്ട് കുറച്ചേ ഉള്ളൂ, ഒരു 8-9 പേജേ ഉള്ളൂ. അതിന് ശേഷം ഈ വത്സലകുമാരൻ്റെ റിപ്പോർട്ടുണ്ട്. ഈ ശാരദൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന ചില പിന്നെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളെന്ന് വെച്ചാൽ, കാരണം അവരാണ് സത്യത്തിൽ ഈ ഫിലിം ഇൻഡസ്ട്രീൻ്റെ പൾസ് അറിയുന്ന ഒരേ ഒരാൾ ഈ കമ്മിറ്റിയിലുള്ളത്. കാരണം അവർ അഭിനയിച്ചും സിനിമാ ഫീൽഡിനെ തൊട്ടറിഞ്ഞ് ഏകദേശം 10-60 വർഷത്തോളം അവരിത് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവർ പറയുന്നത് പഴയ പോലെ അല്ല ഇപ്പോഴത്തെ ഫിലിം ഇൻഡസ്ട്രി. അവർ ഈ അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസും ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം പറയാണ്, എന്തുകൊണ്ട് ഇത് നടക്കുന്നു എന്നുള്ളത്. അവർ പറയുന്നത് പിന്നെ പഴയ പോലെ അല്ല ഇപ്പോഴത്തെ ഫിലിം ഇൻഡസ്ട്രി. ഇവിടെ ആൺ പെൺ മിംഗ്ലിങ്ങിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതായി. ആൺ പെൺ മിംഗ്ലിങ്, ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് കൾച്ചറുകളൊക്കെ നമ്മുടെ മുമ്പിൽ വല്ലാതെ കാണുകയാണ്. വെസ്റ്റേൺ കൾച്ചർ വല്ലാതായിട്ട് നമ്മളെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ പിന്നെ ഈ രൂപത്തിലുള്ള ഒരു വേർതിരിവോ ഒരു അതിരുകളോ ഇല്ലാത്ത ആൺപെൺ ബന്ധങ്ങളിലേക്ക് പോയത് ഇതിൻ്റെ ഒരു കാരണമായിട്ട്, ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറയുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ വത്സലകുമാർ റിട്ടയർഡ് IAS ഓഫീസർ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നൊരു സംഗതി ഉണ്ട്. പിന്നെ പലപ്പോഴും ഇവരുടെ ഡ്രസ്സ് വളരെ ടൈറ്റായി, ഇവരെ ക്യാരക്ടർ റോളിന് കൊടുക്കുന്ന ഡ്രസ്സെല്ലാം വളരെ ടൈറ്റായ പിന്നെ നേർത്തതായ ഡ്രസ്സുകൾ കൊടുത്ത്, അതേപോലെ തന്നെ കഥയുമായി ഈ പിന്നെ ഫിലിമിൻ്റെ സ്ക്രിപ്റ്റുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഐറ്റം ഡാൻസുകൾ കൊടുത്ത് പെണ്ണിൻ്റെ ശരീരവടിവുകൾ കാണിച്ച് അവളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ച്, ഇത്തരം സംഗതികളെല്ലാം പെണ്ണിനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന, കൊമേഡിഫൈ ചെയ്യുന്ന, അവളെ ജസ്റ്റ് ഒരു എക്സിബിറ്റായിട്ട് മാത്രം കാണിക്കുന്ന രൂപത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ഈ ഹരാസ്മെൻറ്റിൻ്റെ ഒരു കാരണമായിട്ട് അവരിങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഈ ഡ്രസ്സിങ്ങിൻ്റെ കേസ് ശാരദയും പറയുന്നുണ്ട്. കാരണം ഇവർ ഇടുന്ന ഡ്രസ്സ്, ശാരദ എങ്ങനെയാണ് അത് എഴുതുന്നതെന്ന് വെച്ചാൽ, നടികൾ അഥവാ അവർ പിന്നെ ഇന്നത്തെ ഫിലിം ഇൻഡസ്ട്രിയിലെ ആളുകൾ ധരിക്കുന്ന വസ്ത്രം എന്ന് പറഞ്ഞിട്ട് ആളുകൾ പ്യൂപ്പിൾ എന്ന് കഴിഞ്ഞിട്ട് അവർ ബ്രാക്കറ്റിൽ വിമൺ ഇടുന്നുണ്ട്. സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം അത് ശരീരം മറക്കുന്നത് എത്ര ഭാഗമുണ്ടോ അതിനേക്കാൾ കൂടുതൽ അവർ എക്സ്പോസ് ചെയ്യുകയാണ് എന്നവർ പറയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു 10-60 കൊല്ലം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ശീലമുള്ള ഒരാളാണ് റിപ്പോർട്ടിൽ എഴുതുന്നത്. എന്നിട്ട് ഈ എക്സ്പോസ്ഡ് വസ്ത്രം ഇവരെ ഇങ്ങനത്തെ കൂടുതൽ ഇതിനൊരു കാരണമായിട്ട് അവർ പറയാണ്. നമ്മളിതിൽ ആലോചിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആലോചിക്കുക, നമ്മളുടെ ക്യാമ്പസിലെ നമ്മളെ നാട്ടിലെ പെൺകുട്ടികളെ അവരുടെ ഡ്രസ്സിങ് സെൻസിനെ, ഫാഷൻ സെൻസിനെ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? അത് ഫിലിം ആക്ടേഴ്സാണ്. ഈ ഫിലിമൊന്നും മോഡൽസിൻ്റെ അടുത്തൊന്നും കണ്ടിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, നമ്മളുടെ കോളേജിലും നമ്മളുടെ ഫംഗ്ഷനിലും ഇവൻറ്റിലൊക്കെ ഇവർ ഓരോ വസ്ത്രങ്ങൾ ധരിക്കുന്നത്. ആ വസ്ത്രം എന്ന് വെച്ചാൽ ഈ ഇന്ന ആൾ ധരിച്ച വസ്ത്രത്തിൻ്റെ മോഡൽ, ഇന്ന നടി ധരിച്ച വസ്ത്രത്തിൻ്റെ മോഡൽ നൽകാൻ ഇവർ ധരിക്കുന്നത്. ആ വസ്ത്രം മൂലം ഇവർ സെക്ഷൽ ഹരാസ്മെൻറ്റിന് കാരണമായിട്ട് അതിൻ്റെ പേരിൽ റിപ്പോർട്ട് വന്ന് അതൊരു പ്രശ്നമാണ് എന്ന് 10-60 വർഷം എക്സ്പീരിയൻസ് ഉള്ള ശാരദനെ പോലത്തെ ഒരു നടി ഒരു റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടും നമ്മളെ മക്കൾ ഇന്നും ഇതേ ഡ്രസ്സ് ധരിച്ച് പിന്നെ നടക്കാൻ വേണ്ടി കൂടുതൽ ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് സത്യത്തിൽ നമ്മൾ മതങ്ങൾ പറയുന്ന ഒരു മോറൽ ഡ്രസ് കോഡൊക്കെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാണ്. കാരണം ഇനിയിപ്പോൾ ഇതിൽ പരിഹാരം എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഈ ട്രിബ്യൂണലൊക്കെ ഒരു പരിഹാരമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ ശാരദയ്ക്ക് ഉന്നയിച്ച ഈ പോയിൻ്റ് വളരെ റെലവൻ്റാണ്. കാരണം ഇത് പരിഹരിച്ചുകൊണ്ട് പിന്നെ ഈ മിംഗ്ലിങ് ഒഴിവാക്കിക്കൊണ്ട്, ഈ ആൺപെൺ ഇടപെടൽ ഒഴിവാക്കിക്കൊണ്ട്, ഈ പെണ്ണിൻ്റെ വസ്ത്രം മുഴുവൻ പിന്നെ ഒരു പ്രൊവോക്കേറ്റീവ് അല്ലാത്ത, അട്രാക്റ്റീവ് അല്ലാത്ത രൂപത്തിൽ കൊണ്ടുവന്നുകൊണ്ട് പിന്നെ പെണ്ണിന് ഫിലിം ഇൻഡസ്ട്രിയിൽ എന്താ സ്ഥാനം എന്ന് ചോദിച്ചാൽ പിന്നെ അതിൽ അർത്ഥമല്ല. അപ്പോൾ അങ്ങനെ അതൊരു പരിഹാരമായിട്ട് കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് കഴിയുമോ? അതിനെപ്പറ്റി അതിലൊന്നും നിർദ്ദേശിച്ചിട്ടില്ല. കാരണം പെണ്ണിഞ്ഞ് മുതൽ ഇങ്ങനെ ഡ്രസ്സ് ധരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കൂല. അതിൽ ഈ വത്സലകുമാർ റിട്ടയർഡ് IAS ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, മെയിൽ ഡയറക്ടേഴ്സിൻ്റെ
ഫിലിമുകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പിന്നെ ഈ പ്രൊവോക്കേറ്റീവ് അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ച വാക്കെന്ന് വെച്ചാൽ ഈ കുറച്ചും കൂടിയും പിന്നെ ഷോർട്ടായ ഡ്രസ്സുകൾ കൊടുക്കുന്നു, അത് പിന്നെ ഇടാൻ നിർബന്ധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേസമയം വിമൺ ഡയറക്ടേഴ്സിൻ്റെ ഇതിൽ കുറച്ചും കൂടി വിമൺ ഫ്രണ്ട്ലി ആണ്, അവരത്തരം ഡ്രസ്സുകൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, സജസ്റ്റ് ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആർക്കാണ് പെണ്ണ് ഇത്തരം ഡ്രസ്സ് ഇടുന്നതിൽ താല്പര്യം? ഈ പിന്നെ സിനിമാ ഫീൽഡിൽ നമ്മൾ കാണുന്ന ആക്ട്രസ്സുകളെല്ലാം ധരിക്കുന്ന വസ്ത്രങ്ങൾ സത്യത്തിൽ അത് ഡിസൈഡ് ചെയ്യുന്നത് ഒരു പുരുഷനാണ്. എന്നിട്ട് അത് പുരുഷനെ സംതൃപ്തിപ്പെടുത്തുകയും ചെയ്യുകയാണ്. അത് ആ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് നമ്മളുടെ ആളുകൾ, കുട്ടികൾ, ഇവരുടെ ഫാൻസായിട്ട് അതേ ഡ്രസ്സ് ഇട്ട് ക്യാമ്പസിലേക്ക് വരുമ്പോൾ സത്യത്തിൽ അവർ ധരിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പുരുഷൻ നിശ്ചയിച്ച ഡ്രസ്സും പുരുഷൻ്റെ താല്പര്യങ്ങളെ സംതൃപ്തിപ്പെടുന്ന ഡ്രസ്സുമാണ്. എന്നിട്ട് അവർ പറയുന്നത് ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്നാണ്. അതെ. ഇതിൽ വേറൊരു വിഷയം വെച്ചാൽ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ ശാരദ അവരെയൊക്കെ എനിക്കൊന്ന് ന്യൂസ് മിനിറ്റാന്ന് തോന്നുന്നു, അങ്ങനെ ഏതൊരു വോക്ക് ഒരു ഐഡിയോളജി ഉള്ളവർ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഇതൊക്കെയാണ് ഇവർ പ്രശ്നമായിട്ട് കാണിക്കുന്നത് എന്നുള്ളതാണ്. അത് ഇപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇന്നതാണ് പ്രശ്നമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുമ്പോഴും അതിനെന്തിനാണ് നിങ്ങൾ പ്രശ്നവൽക്കരിക്കുന്നതെന്നാണ് വേറൊരു സൈഡിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് വേറൊരു സൈഡുണ്ട്, അതായത് ഇപ്പോൾ ഇവർ പിന്നെ എന്താണ് പ്രശ്നമായി കാണിക്കുന്ന കാര്യം പോലും പ്രശ്നമല്ല എന്നുള്ള നിലയ്ക്കൊക്കെ കൊണ്ടുപോകണമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൽ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രതികരിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിനിമാ മേഖലയിൽ മാത്രം നിൽക്കുന്നൊരു കാര്യമല്ലല്ലോ. ഇതിപ്പോൾ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുക അല്ലെങ്കിൽ അവർക്ക് ലൈംഗിക അതിക്രമണം ഉണ്ടാവുക എന്നുള്ളത് അത് സിനിമാ മേഖലയിൽ മാത്രമല്ലല്ലോ, എല്ലാ മേഖലയിലും ഉണ്ടല്ലോ എന്നുള്ള നിലക്കുള്ളൊരു സംസാരമുണ്ട്. അതിനെങ്ങനെയാണ് നമ്മൾ അപ്പോൾ ഇപ്പോൾ മീഡിയ ഇത് പുറത്തു വന്നപ്പോൾ പല ആളുകളുടെ അടുത്തും പോകുന്നുണ്ട്. അപ്പോൾ ചില ആക്ടേഴ്സൊക്കെ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്, ഒന്ന് ഞാൻ പീഡിപ്പിച്ചിട്ടില്ലല്ലോ, പീഡിപ്പിച്ചിട്ട് ചോദിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലവർ പറയുന്നുണ്ട് ഇത് എല്ലാ മേഖലയിലുള്ളതാണ്, അത്ര തന്നെ ഇവിടെയുള്ളൂ. അപ്പോൾ പലരും അങ്ങനെ പറയുന്നുണ്ട്, എല്ലാ മേഖലയിലും സ്ത്രീ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, അത്ര തന്നെയല്ലേ ഇതിലും ഉള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ ഇവരൊക്കെ ചോദിക്കുന്നൊരു സംഗതി ഉണ്ട്. നമ്മളൊരു സ്കൂളിൽ ടീച്ചറായിട്ട് കയറുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടർ ജോബിന് കയറുമ്പോഴോ ഒരു ഹോസ്പിറ്റലിൽ കയറുമ്പോഴോ ഒന്നും ഇത്ര ഇൻറ്റൻസീവായിട്ട് നേരിടുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഫിലിം ഫീൽഡിൽ നേരിടുന്നു എന്നുള്ളത്, ഇപ്പോൾ സെലിബ്രിറ്റീസാണ് ഇവിടെ ഉള്ളത്, ഫുള്ള് സെലിബ്രിറ്റീസാണ്. അപ്പോൾ ഈ പിന്നെ സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ നടന്ന ചില പഠനങ്ങളുണ്ട്. ഇപ്പോൾ സെലിബ്രിറ്റീസ് ഇപ്പോൾ 2024 പിന്നെ പുറത്ത് വന്ന സെലിബ്രിറ്റീസ് ഇൻഫിഡൽ ആൻഡ് സെക്സ് ക്രൈം എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ അത് വന്നത് 2024 സെക്സ് ആൻഡ് കൾച്ചർ ജേണലിൽ വന്ന ഒരു പഠനമാണ്. പിന്നെ ആഡം ലാങ്ഫോർഡ് എന്ന് പറഞ്ഞ ഒരു അലബാമ യൂണിവേഴ്സിറ്റിയിലെ ഈ പിന്നെ പ്രൊഫസറാണ്, അദ്ദേഹത്തിൻ്റെ പഠന റിപ്പോർട്ടാണ്. ഒരു 3 പേര് ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അതിലവർ പിന്നെ ഈ സെലിബ്രിറ്റീസ് അവരിപ്പോൾ ഈ റീസെൻ്റ്ലി കഴിഞ്ഞ വർഷം നടത്തിയ പഠനമാണ്. US-ൽ ഒരു 200ഓളം സെലിബ്രിറ്റീസിനടുത്ത് നടത്തിയ പഠനമാണ്. അപ്പോൾ അവരതിൽ കാണുന്നത് വെച്ചാൽ സെലിബ്രിറ്റീസിന് കുറച്ചും കൂടി ഒരു ഹൈ ലെവലിലുള്ള ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ട് എന്നുള്ളത് അവർ അതിൽ കണ്ടെത്തുന്നുണ്ട്. അഥവാ പിന്നെ ഈ സെലിബ്രിറ്റീസ് ഇപ്പോൾ ഒരു ആവറേജ് അമേരിക്കൻ അഡൾട്ടിന്, US-ൽ നടന്ന പഠനമാണ്, ആവറേജ് അമേരിക്കൻ അഡൾട്ടിന് അവരുടെ എൻ്റയർ ലൈഫിൽ 5.3 സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടാകുമ്പോൾ ഒരു സെലിബ്രിറ്റിക്ക് US-ൽ ആവറേജ് 81 സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവർ കൂടുതൽ സെക്ഷൽ അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അത് അവരുടെ ഫാൻസിൻ്റെ അടുത്ത് നിന്നുണ്ട്. അവരുടെ പിന്നെ ഈ പറഞ്ഞ അവർ ഇടപഴകുന്ന മേഖലയിൽ കുറച്ചും കൂടിയും സെക്ഷലി അല്ലെങ്കിൽ ന്യൂഡിറ്റിയോടൊക്കെ അവർ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അത് അവരെ കൂടുതൽ ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഇവർക്ക് സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ പവറുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്, വെൽത്ത് ഉണ്ട്. അപ്പോൾ ഇതുപയോഗിച്ച് ഇവരെ ആഗ്രഹങ്ങൾ ഇവർക്ക് പൂർത്തീകരിക്കാനും അത് മറച്ചു വെക്കാനുമുള്ള പിന്നെ ഒരു പവർ, ഒരു സ്ട്രക്ചർ ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് കൂടുതലായിട്ട് എന്തുണ്ട്, ഇവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കൂടുതലായിട്ടും, മാത്രമല്ല ഇവർ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഹോളിവുഡിലെ പല നടന്മാരെയൊക്കെ ഇവർ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇതേപോലെ ഒരു കമ്മിറ്റിൻ്റെ മുമ്പിൽ കൊടുത്തിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പല നടിമാരെയും ഒക്കെ വിളിച്ചതുപോലെ തന്നെ അവർ പല നായകന്മാരെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചില ഹോളിവുഡ് ആക്ടേഴ്സൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇൻറ്റിമേറ്റ് സീനിൽ അഭിനയിക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുരുഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇതൊരു ആണും പെണ്ണും പിന്നെ ഇത്രയും ഇൻറ്റിമേറ്റായിട്ട് അഭിനയിക്കേണ്ടി വരുമ്പോൾ അത് അവരെ വല്ലാതെ ട്രിഗർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സീനുകളും പിന്നെ അഭിനയിക്കേണ്ടി വരുമ്പോൾ അതൊക്കെ ഇവരുടെ ഒരു ഇതിനെ കൂടുതൽ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അവരതിൻ്റെ ഫൈൻഡിങ്സിൽ പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ സെലിബ്രിറ്റീസിൻ്റെ. ഒന്ന്, സെലിബ്രിറ്റി പുരുഷന്മാർ
അവർ ഒരു സാധാരണ ഒരു ആവറേജ് കോമൺ ആളെക്കാളും കൂടുതലായിട്ട് സെക്ഷൽ ഹരാസ്മെൻറ്റും അസോൾട്ടും നടത്തുന്നവരാണ് എന്ന റിപ്പോർട്ടിലുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ആണ്. രണ്ടാമത്തത് സെലിബ്രിറ്റി വിമൻസ് സാധാരണ ഒരു പെണ്ണിനേക്കാളും കൂടുതലായി സെക്ഷലി ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തത് സെലിബ്രിറ്റി പുരുഷന്മാർ കൂടുതലും സ്ത്രീകളെ ഒരു ഫോഴ്സ്ഡ് പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. കാരണം അവർ ഡയറക്റ്റ്ലി അവർ ചോദിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുത്തിട്ട് അവരെ സെക്ഷലി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ ഇത് ഈ രൂപത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഹോളിവുഡിൽ നിന്ന് അല്ലെങ്കിൽ US നടക്കാനുള്ള റീസെൻ്റ് പഠനങ്ങൾ തെളിയിക്കുന്നതാണ്. മാത്രമല്ല ഇതിലിപ്പം ഇവർ ഈ ഫാൻസ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കൊരു ന്യൂഡിറ്റി അല്ലെങ്കിൽ ഒരു സെമി ന്യൂഡിറ്റി പുറത്ത് കാണിക്കേണ്ടി വരുന്നൊരു നിർബന്ധിത ഘട്ടം വരുന്നുണ്ടാവുമല്ലോ. അതുകൂടി ഇതിൻ്റെ കൂടെ നമ്മൾ നോക്കണ്ടല്ലേ? പുരുഷനോ സ്ത്രീക്കോ? സ്ത്രീകൾക്ക് ഉണ്ട്. ഇതിൽ സ്ത്രീകൾക്ക് ഇത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ പല ഈ പ്രൊമോഷൻ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ഫിലിം ഇറങ്ങുമ്പോൾ പ്രൊമോഷൻ പ്രോഗ്രാംസ് ഉണ്ട്. ഈ പ്രൊമോഷൻ പ്രോഗ്രാംസിൽ ഇവർ ധരിക്കുന്ന ഡ്രസ്സുകൾ പലപ്പോഴും വിവാദമാവാറുണ്ട്. ഈ അടുത്ത് പോലും അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അതുപോലും ഇതിൻ്റെ നിർമ്മാതാവ് പറയുന്നതായിരിക്കാം. അവർ ഫോഴ്സ്ഫുള്ളി ധരിക്കുന്നതാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവരുടെ ഫാൻ ബേസിൻ്റെ അടുത്തേക്ക് വരെ ഇവർ ഇത്തരം ഡ്രസ്സുകൾ ഇട്ട് പോകുമ്പോൾ ഈ ഫാൻ ബേസിന് ഇതുണ്ടാകുന്നത് അതൊരു വിഷയം. ഇതിൽ ഈ മെയിൽ സെലിബ്രിറ്റിക്കാണ് ഇപ്പോൾ ഇനിയിപ്പോൾ അതൊരു പഠനം നടത്തി അത് വേറെ തന്നെ സംഗതികൾ കുറേ പുറത്തു വരാനുണ്ട്. കാരണം ഈ മെയിൽ സെലിബ്രിറ്റികൾ അവരുടെ വിമൺ ഫാൻ ബേസ് ഉണ്ടല്ലോ, അതിലെത്ര സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അതാണ് സത്യത്തിൽ ഇവിടെ പറയുന്നത്. ഈ US നടന്ന പഠനത്തിൽ ഇവരുടെ മെയിൽ സെലിബ്രിറ്റികളുടെ ഫീമെയിൽ ഫാൻ ബേസിൽ നടന്ന സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഇവിടെ എത്രത്തോളം നടന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ തന്നെ അന്വേഷിക്കേണ്ട സംഗതിയാണ്. വേറൊരു കാര്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതൊരു പുരുഷൻ്റെ ലൈംഗിക ദാരിദ്ര്യമാണോ ഇതിലൂടെയൊക്കെ നമ്മൾ കേരളത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം എന്നുള്ളത്. സത്യത്തിൽ ഇപ്പോൾ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തിയറി എന്ന് പറഞ്ഞ തിയറി ഉണ്ട്. 2021 ക്രിമിനൽ ആൻഡ് ജസ്റ്റിസ് ജേണൽ ഓഫ് ക്രിമിനൽ ആൻഡ് ജസ്റ്റിസിൽ വന്ന ക്രിമിനോളജി പഠിക്കുന്ന ഒരു പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ പഠനമാണ്. അദ്ദേഹം പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിമിനോളജി ഒരു ക്രിമിനൽ ബിഹേവിയറിന് എന്തൊക്കെ കാരണമാകണമെന്നുള്ളതാണ്. അദ്ദേഹം പ്രധാനമായിട്ട് ഈ ഷൂട്ടേഴ്സ്, ഈ മാസ് ഷൂട്ടേഴ്സ് ഉണ്ടല്ലോ, ഈ തോക്കെടുത്ത് വന്നിട്ട് മാസമായിട്ട് വെടിവെക്കുന്നത്, അതുപോലെ സീരിയൽ കില്ലേഴ്സ്, ഇവരെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പേപ്പറാണ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ തിയറി ഓഫ് അഗ്രഷൻ, വയലൻസ് ആൻഡ് ക്രൈം. അതായത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ എങ്ങനെയാണ് ഒരു അഗ്രസീവ് ബിഹേവിയറിലേക്ക്, ഒരു വയലൻറ്റ് ബിഹേവിയറിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതെന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ഈ നീഡുകളുണ്ട്, സെക്ഷൽ നീഡുണ്ട്. അപ്പോൾ 3 കാര്യങ്ങൾ അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് ഉറക്കം, സ്ലീപ്പ്. 2 വിശപ്പ്, ഹങ്കർ. 3 സെക്സ്. ഇത് 3ഉം ഈ 3 നീഡും മീറ്റ് ചെയ്യപ്പെടാതിരുന്നാൽ മനുഷ്യന് ദേഷ്യം വരും. ഉറക്കമെല്ലാം നഷ്ടപ്പെട്ടാൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും. വിശപ്പ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യന് ദേഷ്യം വരും. ഇതേപോലെ തന്നെ സെക്സ് നമുക്ക് പൂർത്തീകരിക്കപ്പെടാതിരിക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരാനുള്ള സാധ്യതകൾ ഈ പഠനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആണ്. നമ്മളൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഇൻ്റർവെല്ലിൽ നമ്മൾ കിടന്ന് കൊടുത്താൽ നമ്മൾ ഉറങ്ങിക്കോളും. പക്ഷേ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമാണ്. അതേസമയം സെക്സ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റും പലപ്പോഴും ആവശ്യം വരും, അതല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റും പലപ്പോഴും ആവശ്യം വരും. അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഈ ടെസ്റ്റോസ്റ്ററോണാണ് നമ്മളുടെ ഈ ലിബിഡോ ഉണ്ടാക്കുന്നത്. നമ്മളൊരു സെക്ഷൽ ഇൻട്രസ്റ്റ്, ഡിസയർ ഉണ്ടാക്കുന്ന ലിബിഡോ എന്നാണ് പറയുന്നത്. ഈ ടെസ്റ്റോസ്റ്ററോണ് ഒരു പെണ്ണിനുള്ളതിനേക്കാളും 15 മുതൽ 20 ഇരട്ടി വരെ ഒരു ആണിന് കൂടുതലാണ്. സ്വാഭാവികമായിട്ടും അത്രയും ആ ഒരു ടെസ്റ്റോസ്റ്ററോൺ ഒരു ട്രിഗർ, ഒരു ലിബിഡോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബയോളജിക്കലി സാറ്റിസ്ഫൈ ചെയ്യാത്ത അവസ്ഥയിൽ അത് പിന്നെ ഒരു അഗ്രസീവ് ബിഹേവിയറിലേക്കാണ് പോകുന്നത്. അത് ഈ പുരുഷൻ ചെയ്യുന്ന വയലൻസിലെല്ലാം അല്ലെങ്കിൽ ഒരു ക്രിമിനലായ പുരുഷന്മാരിലെല്ലാം ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ, അതായത് സെക്ഷൽ നീഡ് മീറ്റ് ചെയ്യാത്ത പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ പഠനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ അത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകാനുള്ളത് ചിലപ്പോൾ ഒരു പാർട്ട്ണർ ഇല്ലാത്തതാവാം.
കാരണം. അല്ലെങ്കിൽ സെക്ഷൽ ഡിസയർ പൂർത്തീകരിക്കപ്പെടാത്തതാവാം. പാർട്ട്ണർ ഉണ്ടാവാം, പക്ഷേ അതിൻ്റെ റിസൾട്ടിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആവില്ല. അതല്ലെങ്കിൽ തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു റിലേഷൻ ആയിരിക്കാം. ഈ കാരണം കൊണ്ടെല്ലാം ഫ്രസ്ട്രേഷൻ ഉണ്ടാവാം. അപ്പോൾ ഇതിന് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായാൽ അദ്ദേഹം ഏതൊക്കെ രൂപത്തിൽ അതിനെ തീർക്കും എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് പിന്നെ റിലീഫ് സീക്കിംഗ് ആണ് പറയുന്നത്. റിലീഫ് സീക്കിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു സെക്ഷൽ ഇതുണ്ടായി, ഞാനതിനെ ഏതെങ്കിലും രൂപത്തിലൊന്ന് പൂർത്തീകരിക്കാൻ നോക്കും. അപ്പോൾ അതാണ് റിലീഫ് സീക്കിംഗ്. അപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗം നോക്കുക. അതൊരു പാർട്ട്ണറുമായിട്ടുള്ള ഒരു ഒരു സെക്ഷൽ എൻകൗണ്ടർ ആയിരിക്കാം. രണ്ടാമത്തേത് പറയുന്നത് പവർ സീക്കിംഗ് ആണ്. അതായത് പിന്നെ ഒരു സെക്ഷൽ പിന്നെ ഫ്രസ്ട്രേഷൻ ഉണ്ടായാൽ അത് നേരായ മാർഗ്ഗത്തിൽ തീർത്തില്ലെങ്കിൽ പിന്നെ അതൊരു പവർ സീക്കിങ്ങിലേക്ക് പോകും. ആ പവർ സീക്കിങ് പിന്നെ റിവെഞ്ച് സീക്കിങ്ങിലേക്ക് പോകും. മൂന്നാമത്, അതായത് ആര് കാരണമാണോ എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായത്, ആ ഫ്രസ്ട്രേഷൻ അയാളെ മേലെ ഒരു അഗ്രസീവ് ഒരു ക്രൈമായിട്ട് ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യാം, ചെയ്തേക്കാം എന്നുള്ള. ഇതിൽ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്പ്ലേസ്ഡ് ഫ്രസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. അഥവാ ഞാൻ ആര് കാരണമാണോ എനിക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായത്, അയാളെ അല്ലാതെ എൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവാൻ യാതൊരു കാരണവും ഇല്ലാതിരുന്ന വേറൊരു ടാർഗറ്റിൻ്റെ മേലെ എൻ്റെ അഗ്രസീവ് ബിഹേവിയർ ഞാൻ തീർക്കാം. സത്യത്തിൽ ഇതാണ് നമ്മൾ സാധാരണ ഈ എത്തിസ്റ്റുകളൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ചെറിയ കുട്ടീൻ്റെ ഡ്രസ്സ് എന്ത് പ്രൊവോക്കേറ്റീവാണ്, അല്ലെങ്കിൽ പ്രായമായ ആളുടെ എന്താണ്. പക്ഷേ അത് ഈ നാലാമത്തതിൽ ഡിസ്പ്ലേസ്ഡ് ഫ്രസ്ട്രേഷനിൽ പെടുന്നതാണ്. ഒരു പുരുഷൻ്റെ സെക്ഷൽ നീഡ് പൂർത്തീകരിക്കാതിരിക്കുകയും ആളുടെ ഈ ഫ്രസ്ട്രേഷൻ അയാൾ വേറെ എവിടെയും ചെയ്യാതിരിക്കുമ്പോൾ അതൊരു അഗ്രസീവ് ബിഹേവിയറിലേക്ക് മാറി. പക്ഷേ അയാൾ സെക്ഷലി പിന്നെ ഇതായത് പിന്നെ പല കാരണങ്ങളുണ്ടാവാം. പല ന്യൂഡിറ്റി ഉണ്ടാവാം, ആക്ട്രസ് ഉണ്ടാവാം, മോഡൽസ് ഉണ്ടാവാം, പോൺ വീഡിയോസ് ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ ടാർഗറ്റിലല്ലാതെ ഒരു കണക്ഷനും ഇല്ലാത്ത മറ്റൊരു ടാർഗറ്റിൽ അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ എന്ത് ചെയ്യാം, അഗ്രസീവ്ലി പൂർത്തീകരിക്കാം. അതാണ് ഡിസ്പ്ലേസ്ഡ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിലെല്ലാം ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല സത്യത്തിൽ എന്ത് വേണ്ടത്, പുരുഷന് വേണ്ടത്. അതൊരു പുരുഷന് നല്ല സ്ത്രീക്കായാലും അത് തന്നെ വേണ്ടത്. അതൊരു ക്വാളിറ്റേറ്റീവ് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അത് ചിലപ്പോൾ ഒരു പാർട്ട്ണറായാലും രണ്ട് പാർട്ട്ണറായാലും ആ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ പുരുഷൻ കൂടുതൽ സെക്ഷലി മീൻസ് ബിഹേവിയർ അഗ്രസീവ് ആകും എന്നുള്ളതാണ് മൊത്തത്തിൽ ഈ പഠനങ്ങൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ സത്യത്തിൽ ലൈംഗിക ദാരിദ്ര്യം എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ വേണ്ടത് എല്ലാ പുരുഷന്മാരും സ്ത്രീകളും വിവാഹം കഴിച്ച് ഒരു ലോങ് ടേം കമ്മിറ്റഡ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ അതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഒരു അഗ്രസീവ് ബിഹേവിയറിൻ്റെ സാധ്യതകളില്ല. അതവിടെ കഴിഞ്ഞു പോകും, അവിടെ ശമിച്ചു പോകും എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതിൽ ഡ്രസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അവസാനം വിവാഹമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. അപ്പോൾ അതിൽ ഈ സിനിമ ഒരു നമ്മളൊരു നോക്കുകയാണെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന കുറച്ച് മൂല്യങ്ങളുണ്ടല്ലോ. അത് അവർ നമ്മളെ അല്ല സമൂഹത്തിന് അവർ പഠിപ്പിക്കുന്ന ചില മൂല്യങ്ങൾ. പക്ഷെ ആ പഠിപ്പിക്കുന്ന ആളുകൾ എന്നാൽ അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്, പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈവൻ നമ്മൾ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പം, ഇപ്പോൾ നമ്മൾ ഈവൻ കോളേജിലൊക്കെ കുട്ടികളായിട്ട് സംസാരിക്കുമ്പം ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പം അതെന്തിനാണ് നമ്മളങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഒരു പെൺകുട്ടി കുറച്ച് ഷോർട്ട് ഡ്രസ്സ് ഇട്ടോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ പീഡനം നടക്കുന്നോ അല്ലെങ്കിൽ അതിനുള്ള ചാൻസ് കൂടുതലാണെന്നോ നമ്മൾ പറയുമ്പം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇത് പറയുന്നത് പെൺകുട്ടികളാണ്, നമ്മുടെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളാണെന്ന് പറയാം. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ആണിനെ നിയന്ത്രിച്ചാൽ മതി, ആണാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് പറയും. ഇതുവരെ പഠിപ്പിക്കുന്നത് സിനിമയാണ്. സിനിമ ആണ് ഈ മൂല്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷെ അതേ സിനിമയിലുള്ള പ്രശ്നങ്ങൾ പറയുന്നിടത്താണ് പറയുന്നത് ഇവരുടെ ഷോർട്ട് ഡ്രസ്സും ഇതൊക്കെ ഒരു കാരണമാണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മോഡേൺ ഡേ സ്ലേവറി അല്ലെങ്കിൽ ഈ നേരത്തെ നിങ്ങൾ ഉപയോഗിച്ച ഫോഴ്സ്ഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ, ഇത് ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊരു സിനിമാ ഫീൽഡിലല്ലാണ്ട് വേറെ കാണാൻ കഴിയുമെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പോൾ കോർപ്പറേറ്റ് വേൾഡിലൊക്കെ ചെറുതായിട്ടുള്ളതായിട്ട് പറയാം. പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കേൾക്കാം. അതിൻ്റെ എത്രത്തോളം ഒരു പിന്നെ റിപ്പോർട്ടുകൾ ഒതൻറ്റിക് ആണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ കോർപ്പറേറ്റ് ലാഡറിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെ സ്ത്രീകൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്നു എന്നൊക്കെ നമുക്ക് കാണാം. പക്ഷേ ലിബറൽ ഫെമിനിസ്റ്റുകൾ സെക്സ് വർക്ക് ഈസ് വർക്ക് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമായിട്ട് കൊണ്ടുനടക്കുന്ന, സെക്സ് വർക്കേഴ്സ് സമൂഹത്തിൻ്റെ സേഫ്റ്റി വാൾവാണെന്നൊക്കെ പറയുന്ന ലിബറലുകൾ അവരെന്തിനതൊരു പ്രശ്നമാക്കണേ? കാരണം ഇവർ പിന്നെ
കൺസെൻറ്റോടു കൂടി ഇവർക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവർക്ക് പിന്നെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു ചാൻസ് കിട്ടാൻ, അതിലൂടെ ഇവർക്ക് ഫെയിം കിട്ടും, പൈസ കിട്ടും, ഒക്കെ കിട്ടും. പൈസയും ഫെയിമും ആകണമെന്നില്ല, പക്ഷേ ഇവർക്ക് ഒരു കലാപരമായൊരു ചാൻസ് കിട്ടാൻ വേണ്ടി അവരവരെ ശരീരം കൊടുക്കുന്നു. അതൊരു സെക്സ് വർക്ക്. അപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണോ, പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പൊളിറ്റിക്കലി കറക്റ്റാണ്. അപ്പോൾ ഒരു സെക്സ് വർക്കറാണ്. ആ സെക്സ് വർക്കർ പിന്നെ ചെയ്യുന്നതും ഇതേപോലൊരു നേട്ടത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവരതിൽ കാണുന്ന പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പോൾ മീറ്റു ക്യാമ്പയിൻ തുടങ്ങുന്നത് ഹാർവി വൈൻസ്റ്റീൻ എന്നുള്ള ഹോളിവുഡ് പ്രൊഡ്യൂസറുടെ ഭയങ്കര വിമണൈസറാണ് അദ്ദേഹം. പിന്നെ ഇവിടുത്തെ മറ്റേ പിന്നെ മലയാളം ഇൻഡസ്ട്രിയിലെ മാഫിയ എന്നൊക്കെ പറഞ്ഞ മാതിരി ഹോളിവുഡിലെ മാഫിയ ആയിരിക്കും ഹാർവി വിൻസ്റ്റർ. ഹാർവി വിൻസ്റ്ററിനെതിരെ ആണ് പിന്നെ ഫസ്റ്റ് മീറ്റു പറഞ്ഞു തുടങ്ങിയിട്ട് വേൾഡിൽ മുഴുവൻ മീറ്റു ക്യാമ്പയിന് പിന്നെ ഉണ്ടായത്. ഹാർവി വിൻസ്റ്റർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഹാർവി വിൻസ്റ്റർ വലിയ പ്രൊഡ്യൂസറാണ്, ഒരുപാട് വമ്പൻ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യണ, ഈവൻ അക്കാദമി അവാർഡ്സ്, ഓസ്കാർ അവാർഡ്സ് വരെ കിട്ടിയ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സിനിമയിൽ ഒരു പിന്നെ ആക്ട്രസിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം സെക്സി ചോദിക്കും, ഇവരത് കൊടുത്തിട്ട് ഇതിൽ അഭിനയിക്കും. അപ്പോൾ അത് ആ ഒരു ഡീലിങ്സിൽ പോകണം. പക്ഷേ അയാളെ ഹരാസ്മെൻറ്റും ഒന്നും വേറെയും നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ വരെ ഇവർ മീറ്റു പറയുകയാണ്. അപ്പോൾ പിന്നെ ഇത് ചോദിക്കുന്നത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പോൾ ലൂയി പെറി ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റാണ്. അവരുടെ UK ഏറ്റവും ബെസ്റ്റ് സെല്ലറായ 2021 പുറത്തിറങ്ങിയ ബുക്കാണ് അത് കേസ് അഗെയിൻസ്റ്റ് സെക്ഷൽ റെവല്യൂഷൻ. കാരണം സെക്ഷൽ റെവല്യൂഷൻ പെണ്ണിനെ കൊണ്ടുപോയി എത്തിച്ചത് എവിടെയെന്ന് കാണിക്കുന്ന വളരെ നല്ലൊരു പഠനമുള്ളൊരു ബുക്കാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, നിങ്ങൾ സെക്സ് വർക്ക് ഈസ് വർക്ക് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഹാർവി വൈൻസ്റ്റീൻ്റെ എതിരെ മീറ്റു ക്യാമ്പയിൻ എങ്ങനെ സാധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സെക്സ് വർക്ക് പിന്നെ സെക്സ് പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഇവർ പറയുന്നതിലുള്ള പ്രശ്നങ്ങൾ എന്താണ് സത്യത്തിലൊരു സേഫ്റ്റി വാൾവ് എന്നൊക്കെ ഇവർ പറയുമല്ലോ. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്താ, ഇവർ പറയുന്ന രൂപത്തിൽ ഒരുപാട് പുരുഷൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷനെ ഇവരെന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്ത് നിർത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സ്ത്രീകൾ റേപ്പ് പെടാതെ ഇവിടെ നിൽക്കുന്നു. ഇവർ പറയുന്ന ഒരു നെഗറ്റീവാണത്. അപ്പോൾ ഇവരെന്താണ്, ഇവർ സൊസൈറ്റീൻ്റെ ഒരു സേഫ്റ്റി വാൾവാണ്. കുറേ പെണ്ണുങ്ങൾ അവർ ചെയ്യുന്ന ഭയങ്കര വലിയ സോഷ്യൽ വർക്കാണ്, അവരെ സെക്സ് വർക്കർ എന്നേ വിളിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ്. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ അത് കുറച്ചും കൂടി പ്രാകൃതമാണ്. നമ്മൾ പറയുന്നത് ഒരു പെണ്ണ് കുറേ പുരുഷൻ്റെ സെക്ഷൽ നീഡിനെ പൂർത്തീകരിക്കാൻ നിൽക്കണ്ട, ഓരോ പുരുഷനും ഓരോ പെണ്ണ് വേണം. നിങ്ങൾ അവരെ ഒരുപാട് പുരുഷന്മാരുടെ സെക്ഷൽ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പെണ്ണിനെ സെക്സ് വർക്കർ എന്ന് വിളിക്കുമ്പോൾ ഓരോ പുരുഷൻ്റെയും സെക്ഷൽ നീഡിനെ പൂർത്തീകരിക്കുന്ന പെണ്ണിനെ നമ്മൾ ഹോം മേക്കർ എന്നാണ് വിളിക്കുക. ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റാണ്, ഇതൊരു വിവാഹ ജീവിതമാണ്. അവിടെ രണ്ടാളുടെയും സെക്ഷൽ നീഡ്സ് ക്വാളിറ്റേറ്റീവായിട്ട് സാറ്റിസ്ഫൈ ചെയ്ത് പെടണമെങ്കിൽ ഈ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലുള്ള ബന്ധമാണ് വേണ്ടത്. അപ്പോൾ ഇവർക്ക് എന്ത് റൈറ്റാണുള്ളത് അതിനെ പിന്നെ ഇത് ചെയ്യാൻ, അതൊരു പ്രശ്നവൽക്കരിക്കാൻ എന്ത് റൈറ്റാണുള്ളത് എന്നുള്ളതാണ്. ഈ ലിബറൽ വേൾഡ് വ്യൂ നിങ്ങൾ പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ, ഈവൺ ഇനിയിപ്പോൾ ഒരാൾ കൺസെൻറ്റ് കൊടുക്കുകയാണ്, ഈ കൺസെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കൊരു നെക്സ്റ്റ് ഒരു ഹയർ ചാൻസ് കിട്ടും എന്നുണ്ടെങ്കിൽ അതിനെ പ്രശ്നവൽക്കരിക്കാൻ ഇല്ല. കൺസെൻറ്റ് കൊടുത്ത കേസാണ് ഈ മീറ്റുമായിട്ട് വരുന്നത്. എത്രയോ കേസുകൾ കൺസെൻറ്റ് കൊടുത്ത കേസുകൾ. ഒന്ന് അത്തരം പിന്നെ പെണ്ണ് അൺസേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതിന് ഒന്ന്. ഇത് കൊടുക്കുന്ന സമയത്തും മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരീരം എവിടെ കൊടുത്താലും ഇവർക്ക് കിട്ടുന്ന ലാഭങ്ങളെ നോക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചിന്താഗതി ഇവരെന്നെ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ഇത് ഇങ്ങനെ ഏത് വിഷയം വരുമ്പോഴും സാധാരണ രീതിയിൽ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ വിക്ടിം ബ്ലെയിമിങ് നടത്തുന്ന ആൾക്കാരായി മാറരുത് എന്നുള്ളത്. വിക്ടിം ബ്ലെയിമിങ് അല്ല നമുക്ക് ആവശ്യം, നിങ്ങൾ സ്ത്രീകളോട് ഇങ്ങനെ ധരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ സഞ്ചരിക്കണം എന്നൊക്കെ പറയുന്നതിനപ്പുറം അത് ചെയ്യുന്ന പുരുഷൻ അവരാണല്ലോ ഫസ്റ്റ് കൾപ്രിറ്റ് എന്ന് പറയുമ്പോൾ അവരെ അല്ലേ നമ്മൾ ഉപദേശിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കാറുണ്ട്. നമ്മൾ മതവിശ്വാസികൾ പിന്നെ ലൈംഗികമായ ധാർമ്മികത പറയുമ്പോൾ സത്യത്തിൽ സ്ത്രീകളെ മാത്രമല്ല ഉപദേശിക്കുന്നത്. നമ്മൾ പുരുഷനെയും സ്ത്രീനെയും ഒരേപോലെ ധാർമ്മികമായ പിന്നെ അതിർവരമ്പുകൾ നിശ്ചയിച്ചാണ് നിർത്തുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ നിർത്തുന്നത് കൃത്യമായിട്ട്. ഇതിൽ പിന്നെ ഇംഗ്ലണ്ടിലെ സക്സസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സസ്സെക്സ് എന്നാണ് അല്ലേ, സസ്സെക്സ് ഇംഗ്ലണ്ടിലുള്ളൊരു സ്ഥലമാണ്. അവിടെ 2016 അവിടെ ഈ റേപ്പ് കേസ് കൂടിയപ്പോൾ, ഈ സെക്ഷൽ ഹരാസ്മെൻറ്റ് രാത്രിയൊക്കെ കൂടിയപ്പോൾ സസ്സെക്സിലെ പോലീസ് ഒരു പോസ്റ്റർ ഇറക്കി. പോലീസ് ആ 2 പെണ്ണുങ്ങളെ ഫോട്ടോ വെച്ചിട്ട് ഇംഗ്ലീഷിലാണ് എഴുതിയത്, അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്, ഇതിലാരാണ് കൂടുതൽ ആക്രമിക്കപ്പെടാൻ സാധ്യത. 2 പെണ്ണുങ്ങളെ ഫോട്ടോ വെച്ചിട്ട് അത് ഇവരോട് ക്യാമ്പയിനായിരുന്നു. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിട്ട് നിങ്ങളുടെ
ഫ്രണ്ടിനെ എവിടെയും ഒറ്റയ്ക്കാക്കി പോകരുത്. അഥവാ സ്ത്രീകൾ രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കരുത്. ക്ലബ്ബിലും ഇവിടെയും പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഇതെന്താ വെച്ചാൽ നിങ്ങൾ റേപ്പ് ചെയ്യപ്പെടാനോ ഹരാസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഭയങ്കര വിവാദമായി അന്ന്. ഈ പോലീസ് സ്റ്റേഷന് നേരെ പോലീസിനെതിരെയൊക്കെ ഭയങ്കര ഇവർ വിക്ടിം ബ്ലെയിമിങ് ആണ് ചെയ്തത്. അന്ന് അവർ ഉയർത്തിപ്പിടിച്ച ഒരു ക്യാമ്പയിൻ, ഒരു മുദ്രാവാക്യമായിരുന്നു ടീച്ച് മെൻ നോട്ട് ടു റേപ്പ്. നിങ്ങളെന്തിനാ ഞങ്ങളെ ഒറ്റയ്ക്ക് നടക്കണ്ടെന്ന് പറയണേ? എന്നിട്ട് ഇവർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആണിന് രാത്രി ക്ലബ്ബിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകാം, എന്തുകൊണ്ട് ഞങ്ങൾക്ക് പോയിക്കൂടാ? ഈ ഫെമിനിസം ലോകത്ത് വിജയിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ, അവരെപ്പോഴും അവരുടെ ബെഞ്ച് മാർക്കായിട്ട് നിശ്ചയിക്കുന്നത് പുരുഷനെയാണ്. പുരുഷനെ ബെഞ്ച് മാർക്കായിട്ട് നിശ്ചയിക്കുന്നിടത്തോളം കാലം ഇവരൊരിക്കലും എവിടെ എത്താൻ പോകുന്നില്ല. കാരണം ഇവരുടെ ഡിഫറെൻറ്റ് കേപ്പബിലിറ്റീസാണ്, ഡിഫറെൻറ്റ് സ്കിൽസാണ്, ഡിഫറെൻറ്റ് ബയോളജിയാണ്, ഡിഫറെൻറ്റ് സൈക്കോളജിയാണ്. ഇവർക്ക് വേറെ തന്നെ ഒരു ബെഞ്ച് മാർക്ക് നിശ്ചയിച്ച് അങ്ങോട്ട് എത്താൻ വേണ്ടി നോക്കുന്നതിന് പകരം പുരുഷനൊരു ബെഞ്ച് മാർക്ക് നിശ്ചയിച്ചാൽ ഇവൻ രാത്രി നടന്നു പോകുന്നു, ഇവൻ തെങ്ങുമ്പോൾ കയറുന്നു, ഇവൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഞങ്ങൾക്കും അതേപോലെ ചെയ്യണം എന്ന് പറയുന്നിടത്തോളം കാലം ഇവരെവിടെ എത്താൻ പോകുന്നില്ല. എന്നിട്ട് ഇവരന്ന് ഉണ്ടാക്കി ഈ ടീച്ച് മെൻ നോട്ട് ടു റേപ്പ്. നിങ്ങൾ ആണിനെ റേപ്പ് ചെയ്യരുതെന്ന് പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ റേപ്പ് ഓൾറെഡി ലോകത്തെ എല്ലാ രാജ്യത്തും ക്രിമിനൽ കുറ്റമാണ്. ഇനി ഇത് ക്രിമിനൽ കുറ്റമാണെന്ന് പിന്നെ ആണിനോട് പറയേണ്ട ആവശ്യം എന്താ? നമ്മൾ സാധാരണ പറഞ്ഞല്ലോ, വീട് എൻ്റെ വീടാണ്, ഞാൻ തുറന്നു വെച്ചിരിക്കും, മൈ ഹോം മൈ ചോയ്സ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കള്ളനോട് പറയും എൻ്റെ വീട്ടിൽ കയറരുത് എന്ന് ലോകത്തുള്ള കള്ളന്മാരെല്ലാം പറയാൻ നടക്കില്ലല്ലോ. ഇതിൽ ഇവർ പറയുന്നത് വെച്ച് നോക്കിയാൽ 2 സൊല്യൂഷനുള്ളൂ. ഒന്നെങ്കിൽ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളെ മുഴുവൻ ജയിലിലടക്കണം, പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളെ മുഴുവൻ ജയിലിലടക്കണം. അതിൽ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആരാന്ന് കണ്ടെത്താൻ ഭയങ്കര പ്രയാസമാണ്. രണ്ടാമത്തത് എന്താ വെച്ചാൽ റേപ്പ് നടക്കാനുള്ള സാധ്യതകളെ മുഴുവൻ ഇല്ലാതാക്കണം. അപ്പോൾ നമ്മൾ സ്ത്രീകളോട് പറയേണ്ടി വരും. ഒന്ന് ആണിനോട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അപ്പം അതിൻ്റെ കൂടെ സ്ത്രീകളോട് പറയേണ്ടത് നിങ്ങൾ ചിലപ്പോൾ രാത്രി പുറത്തിറങ്ങരുത്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കരുത്, ഒറ്റയ്ക്ക് പോകരുത്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്, ഞങ്ങൾ ഈ രാത്രി ഡോറിൽ വന്ന് മുട്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സിനെ, അച്ഛനെയും അമ്മനെയും അല്ലെങ്കിൽ അടുത്ത ക്ലോസ് റിലേറ്റീവ്സിനെയൊക്കെ കൂട്ടിയിട്ടാണ് വരുന്നത്. ഇതന്നെ നമ്മൾ പറയുന്നത്, നിങ്ങൾ ക്ലോസ് റിലേറ്റീവ്സിനെ കൂട്ടിയിട്ട് പെണ്ണ് പുറത്തിറങ്ങാൻ പാടുള്ളൂ. അല്ല, ഈ വിശുദ്ധ ഖുർആനിലൊക്കെ ഈ വിഷയം പറഞ്ഞൊരു രീതി ഉണ്ടല്ലോ, അത് പെണ്ണിനോട് ഇന്ന് പിന്നെ മോഡസ്റ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നതിന് തൊട്ടപ്പുറത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുരുഷനോട് അതേപോലെ പറയുന്നുണ്ട്. നമ്മൾ ഇത് ഇസ്ലാമിൽ 2 കൂട്ടരോടും ഒരേപോലെ പറയുന്നതാണ് ഈ സെക്ഷൽ ധാർമ്മികയുടെ അതിർവരമ്പുകൾ ഒരേപോലെ പറയുന്നതാണ്. പക്ഷെ അത് പിന്നെ ആണിന് അതിൽ ഒന്ന് മിംഗ്ലിങ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പിന്നെ പെണ്ണിൻ്റെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടി വരുന്നത് എന്താ വെച്ചാൽ, പ്രൊവോക്കേറ്റീവായിട്ടുള്ള ഡ്രസ്സ് ആണിൻ്റെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സത്യമാണ്. ഒന്നും വേണ്ട, അത് പിന്നെ ഒരു ന്യൂഡായ അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവായ ഗ്ലാമറസ് ആയ ഡ്രസ്സ് ധരിച്ച ഒരു പെണ്ണിനെ കണ്ടാൽ അതിങ്ങനെ നോക്കി നിന്നാൽ ആണിൻ്റെ ശരീരത്തിൽ ചില മാറ്റം ഉണ്ടാവും. ഫിസിക്കലി കാണാൻ പറ്റുന്ന മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞ ഇറക്ഷൻ ഉണ്ടാവും, ശരീരത്തിൽ ഇറക്ഷൻ ഉണ്ടാവും. ഒരു ബ്ലൂടൂത്ത് കണക്ഷനോ വൈഫൈ കണക്ഷനോ അവിടെ ഇല്ല, ഒരു ടച്ച് പോലും ഇല്ല. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആണ് പ്രൊവോക്കേറ്റീവ് ആണെന്നൊരു പച്ചയായ സത്യമാണ്. ഇതിനെ ഈ ഒരു ബയോളജി അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ പിന്നെ കവച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന കുറേ ന്യായീകരണം. അതായത് പിന്നെ ചെറിയ കുട്ടികളെ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ, വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഡ്രസ്സിങ് ആണോ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡ്രസ്സിങ് എന്നുള്ളത് അതിലൊരു കാര്യമാണ് എന്നുള്ളത് കാരണം, പക്ഷെ അത് സംഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട്. ഡ്രസ്സിങ് മാത്രമാണ് കാരണമല്ല, ഡ്രസ്സിങ് വൺ ഓഫ് ദ മെയിൻ റീസൺ ആണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ ഇതിന്ന് നമ്മൾ ഈ ഒരു ചർച്ചയിൽ നിന്ന് കിട്ടുന്നൊരു ഇൻഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് പിന്നെ സമർപ്പിച്ച ആൾക്കാർ തന്നെ പറയുന്നൊരു കാര്യമാണ്, ഡ്രസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അതുപോലെ തന്നെ അതിൽ പരാതി പറഞ്ഞ ആൾക്കാർ പറഞ്ഞ വേറൊരു വിഷയമാണ്, പിന്നെ സ്വന്തം പിതാവിനെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കൂട്ടിയിട്ട് മാത്രമേ വരാൻ പറ്റൂ എന്നൊക്കെ പറയുമ്പം ഒരു മതധാർമ്മികത എന്താണ്, അല്ലെങ്കിൽ മതം എന്താണ് മുന്നോട്ട് വച്ചിരുന്നത്, ആ ഒരു സൊല്യൂഷനിലേക്കാണ് ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പം ഇവർക്കും എത്തിച്ചേരേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഇന്ന് കാണാൻ പറ്റുന്നത്. ഇത് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? അതന്നെ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, പെണ്ണിൻ്റെ ആകാര വടിവുകൾ കൂടുതലായിട്ട് കാണിക്കുന്ന സീനുകൾ ഉണ്ടാകുന്നു, പുരുഷൻ ഡയറക്ടറായിട്ടുള്ള സിനിമകളിൽ ഉണ്ടാകുന്നു. അത് തന്നെയാണ്. അത് ഒരു പെണ്ണിൻ്റെ പിന്നെ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിങ്ങനെ നിന്നാൽ, ആ പെണ്ണ് നേരെ നിന്നാലും സൈഡിലേക്ക് തിരിഞ്ഞ് നിന്നാലും ഒരു പെണ്ണിൻ്റെ ശരീരം കർവ്ഡ് ആയിരിക്കും, ആ കർവ് ഉണ്ടാവും. നേരെ നിന്നാലും കർവാണ്, പിന്നെ സൈഡിൽ നിന്നാലും കർവാണ്. ആ ആകാര വടിവ് പുരുഷനെ നന്നായി സെക്ഷലി അട്രാക്റ്റഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത്, ഈ ആകാര വടിവ് കാണാത്ത വളരെ ലൂസായ അകത്തേക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാത്ത ഡ്രസ്സ് തന്നെ ധരിക്കണം എന്ന് പറയുന്നത്. അത് കാണുമ്പോൾ സെക്ഷൽ ഫീൽ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അന്ന് അത് ധരിക്കുക. രണ്ടാമത്തത് സ്ത്രീ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. പിന്നെ പുറത്തേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ സേഫ് അല്ലാത്ത സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഒരു റിലേറ്റീവ്, ക്ലോസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് റിലേറ്റീവ് ഉണ്ടാവുക. അതൊക്കെ ഇസ്ലാമിൻ്റെ ധാർമ്മികമായ നിയമങ്ങൾ. പുരുഷൻ അങ്ങോട്ട് നോക്കാതിരിക്കുക, ആൺപെൺ പിന്നെ മിംഗ്ലിംഗ് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഇതെല്ലാം പാലിച്ചുകൊണ്ടല്ലാതെ ഒരു പെണ്ണിന് സേഫായ ഒരു എൻവയോൺമെൻറ്റ് കിട്ടൂല. കാരണം ആണെപ്പോഴും അവിടെ ഒരു ഒരു ഒഫൻഡർ ആയിരിക്കും, പെണ്ണെപ്പോഴും അവിടെ ഒരു വിക്റ്റിമായിരിക്കും. പെണ്ണാണ് അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ എന്തായാലും സമൂഹത്തിലേക്ക് പിന്നെ മൊത്തമായി മൂല്യങ്ങൾ വിറ്റഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്കൊരു പ്രശ്നം വരുമ്പം അവർക്ക് വീണ്ടും മതം മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയിലേക്ക് വരേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ ഒരു ചർച്ചയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫറൻസ്. എന്തായാലും ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.